നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്നൊരു അതിഥിയാണേ. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഇങ്ങനെ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനം തരത്തില്ല. ആ ഒരു ഗേറ്റിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ വിളിയോട് വിളിയാ. നമ്മൾ ഗ്രില്ലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നവരെ വിളിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രില്ലൊക്കെ തുറന്ന് ചെല്ലുമ്പോഴത്തേക്ക് വീണ്ടും കരയാൻ തുടങ്ങും. പോയി എന്തെങ്കിലും കഴിക്കാൻ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും. പിന്നെ ഇവനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ കാക്കകൾക്കൊക്കെ കൊടുക്കുന്ന നോർമൽ ഫുഡിനെക്കാട്ടി ഇവന് ഭയങ്കര ഇഷ്ടം സ്നാക്സിനോടാണ്. സ്നാക്സ് ഐറ്റംസ് എത്ര കൊടുത്താലും കഴിക്കും. ഭയങ്കര ഇഷ്ടമാണ് സ്നാക്സ്. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ മിക്കപ്പോഴും വന്ന് വിളിയാ. ചില ദിവസങ്ങളിൽ വന്ന് നിർത്താതെ വിളിയോട് വിളിയാ. എന്താ മോനെ, നിനക്ക് സ്നാക്സ് വേണോ? ഇന്ന് ഞാൻ ബിസ്ക്കറ്റാണ് നിനക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം മോൻ അവിടെ തന്നെ ഇരിക്കണേ. അവിടെ ഇരിക്കുവോ? ഞാൻ പോയി എടുത്തിട്ട് വരാവേ. അങ്ങനെ പുള്ളിയുടെ അടുത്തൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവന് ഉറപ്പ് വരുത്തും കേട്ടോ. ഞാനാണെങ്കിൽ അവന് വേണ്ടിയിട്ട് സ്നാക്സ് എടുക്കാൻ പോയോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ വന്ന് നടന്നിങ്ങനെ നോക്കും ഞാൻ എടുക്കാൻ തന്നെയാണോ പോയേന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ എടുത്തിട്ട് വന്നെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും ആ ഒരു ഗേറ്റിൻ്റെ പൊസിഷനിൽ പോയി ഇരുന്നിട്ടുണ്ട് ആശാൻ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റ് ഞാനിപ്പോൾ കൊണ്ടുവെക്കും. വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കുറച്ച് മാറി കഴിയുമ്പോഴത്തേക്ക് പിന്നെ പതുക്കെ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് കഴിക്കും. അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ബിസ്ക്കറ്റ് ഇപ്പോൾ ഒരെണ്ണം കൊടുത്തോണ്ട് അതും എടുത്തോണ്ട് അങ്ങ് ആശാൻ പറന്നു പോകും. അപ്പോൾ തന്നെ എടുത്ത് പറന്നു പോകും. ബിസ്ക്കറ്റൊക്കെ അവിടെ വെച്ചേക്കത്തില്ല, അവിടെ നിന്ന് തിന്നാനൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ തന്നെ എടുത്ത് പറന്നുകൊണ്ട് പോകും. പിന്നെ ഇനിയിപ്പോൾ ഞാൻ അടുത്ത കാണിക്കാനായിട്ട് പോകുന്ന ഒരു ദിവസം വൈകിട്ട് അവൻ വന്നതിൻ്റെ ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് അന്ന് വന്ന സമയത്ത് അച്ചപ്പമായിരുന്നു കൊടുത്തത്. അങ്ങനെ അച്ചപ്പമൊക്കെ അവിടെ നിന്ന് നല്ലതുപോലെ കഴിച്ചിട്ട് ബാക്കിയുള്ള 1-2 കഷ്ണം എടുത്തിട്ട് പിന്നെ ആശാൻ പറന്നു. പിന്നെ ഇവന് ഞാൻ പേരൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പേരൊക്കെ ഇടാനായിട്ട് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഏത് പേരാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട പേര് ഞാൻ ഇവന് വേണ്ടി സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്കും ഉണ്ടോ ഇതേപോലത്തെ ഉള്ള പെറ്റ്സ് കാര്യങ്ങളൊക്കെ? എനിക്കൊന്ന് കാക്കകൾ ഒരുവിധപ്പെട്ട മനുഷ്യരെയൊക്കെ ആയിട്ട് നല്ലപോലെ ഇണങ്ങുമെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വരാറുണ്ടോ? ഈ കാക്കകളൊക്കെ വരാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു. ഒരു കാക്ക വ്ളോഗാണ്.